ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മൂസ് ട്രാവലോഗ് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പാഞ്ഞാൾ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്കാണ്. വളരെ മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോവാം കേട്ടോ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. പച്ച പിടിച്ച പ്രകൃതി ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളിനി പോകുന്നത് കുത്താമ്പുള്ളി ഗ്രാമത്തിലെ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹാൻഡ്ലൂംസ് എന്ന സ്ഥാപനത്തിനെ പറ്റി. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അരവിന്ദൻ, രാജു, അവർ രണ്ടുപേരും കൂടി തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ അവരെ കാണണം. ആ രണ്ട് ചെറുപ്പക്കാരെ പ്രത്യേകം അഭിനന്ദിക്കണം എന്നുള്ളതാണ് യാത്രയുടെ പ്രഥമ ലക്ഷ്യം. അപ്പോൾ അവരെ ഇട്ട് ഫോൺ ചെയ്തപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞിരുന്നു. കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവരെ തിരക്കൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഭംഗിയുള്ള ഗ്രാമങ്ങളും കവലകളൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ സ്പീഡ് ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലാവും. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അതൊന്നും പകർത്താതിരിക്കാനും തോന്നുന്നില്ല, അതാണ് പ്രശ്നം. ഇത് നിങ്ങൾ എന്തായാലും മുഴുവനും കാണണം, അപ്പോഴേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. ചെറിയ ഒരു ചാറ്റൽ മഴ, വല്ലാതെ മഴ പെയ്യുന്നില്ല. പക്ഷേ ഉണ്ട്, എന്ത് മനോഹരമായ ഗ്രാമത്തിൻ്റെ മുഴുവൻ ഭംഗിയും ആവാഹിച്ച് നിൽക്കുന്ന പാടങ്ങളും നെൽപ്പാടങ്ങളും കോടും എല്ലാം കൂടി കാണുമ്പോൾ നമുക്കതൊന്നും കാഴ്ചയിൽ പകർത്താതിരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, അതായത് എൻ്റെ ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പാടങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പാടങ്ങൾ കാണുമ്പോൾ ഒരു കൊതിയാവാണ്. നമ്മുടെ ഗ്രാമത്തിലൊക്കെ നിറച്ചും ബിൽഡിങ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാനാണ് തോന്നുന്നത്. കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ ഓർമ്മകൾ പോവും. ഒരു പാടത്ത് എന്തോ ഒരു കൃഷി കണ്ടു. അത് നെൽകൃഷിയല്ലാന്ന് മനസ്സിലായി. വഴിക്കൂടെ ഒരു വഴിപോക്കനോട് ചോദിച്ചപ്പോൾ, ബൈക്കിൽ പോണ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വളത്തിനുള്ള പുല്ല് ചെടി ഇതുണ്ടാക്കാൻ എന്താണെന്ന്, വളമായിട്ട് ഉപയോഗിക്കാനുള്ള ചെടിയാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി പതുക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോൻ്റെ സ്പീഡ് ഇത്തിരി കൂട്ടിയിടുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് തീരുമ്പോഴേക്കും നേരം കുറയാവും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാനും തോന്നുന്നില്ല, അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ്. ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ്സാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ചാറ്റൽ മഴയും ഇങ്ങനെ ഉള്ള പച്ച പിടിച്ച പാടങ്ങളും വൃക്ഷങ്ങളും ഒക്കെ കാണുമ്പോൾ എന്താ മനസ്സിൽ തോന്നണമെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ്. ആയംപൂവം എന്ന വഴിയിൽ കൂടി ഒരു എളുപ്പ വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് പോകാനാണ് രാകേഷ് തീരുമാനിച്ചിരിക്കുന്നത്. അവൻ പലപ്പോഴും ഈ വഴിക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ മനോഹരമായ ഒരു പാതയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വഴി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. രാകേഷ് സൈക്കിളിലും ബൈക്കിലൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങും. എന്നോട് എപ്പോഴും പറയും, അമ്മായി സൈക്കിൾ പഠിക്കൂ എന്നിട്ട് നമുക്ക് കറങ്ങാമെന്ന്. അവരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അവരെല്ലാ സ്ഥലവും പല സ്ഥലത്തും പോകണം. കൊടൈക്കനാലും ഊട്ടിക്കും ഒക്കെ സൈക്കിളിൽ പോകാറുണ്ട്, മൂന്നാറിലേക്കൊക്കെ പോകാറുണ്ട് തോന്നി. അങ്ങനെ അവന് വഴികളൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ ഇങ്ങനെ വഴികൾ തടി ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങൾ കിള്ളിമംഗലം എന്ന സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. വഴിയിൽ അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട്, എന്നാൽ അത്ര വലിയ തിരക്കൊന്നും ഇല്ലേനു. എന്തായാലും മനോഹരമായ ഭൂപ്രദേശം എന്ന് പറയാതിരിക്കാൻ വയ്യ. കണ്ണും കരളും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി, അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് തോന്നൂർക്കര തോട്ടേക്കാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ കൂടെയാണ്. ഇനി ഇവിടെ നിന്നിട്ട് സിമൻറ്റ് റോഡാണ്. ചേലക്കര ഗ്രാമത്തിൻ്റെ ഭംഗി നികർന്നുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ കണ്ടു, ജീവ്ദയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്പിറ്റൽ കണ്ടു. ചേലക്കര അത്യാവശ്യം ഒരു ചെറിയ ടൗണാണ്. ഞാനിത് ഈ വഴിക്ക് കൂടി കുറച്ച് പ്രാവശ്യം പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നല്ലാതെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇപ്പോൾ ചേലക്കരയുടെ മെയിൻ സെൻറ്ററിലേക്ക് വണ്ടി കിടക്കുകയാണ്. റോഡിൻ്റെ വലതുവശത്തായിട്ട് പോലീസ് സ്റ്റേഷൻ കണ്ടു. വഴിയിലൊന്നും അങ്ങനെ നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും കാണാനില്ല കേട്ടോ. അതാണ് ഒരു ബുദ്ധിമുട്ട് കണ്ടതായിട്ട് തോന്നിയത്. നമുക്ക് തന്നെ ഫാമിലി ആയിട്ടൊക്കെ ചെന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു റെസ്റ്റോറൻറ്റൊന്നും ശരിക്കും കണ്ടില്ല വഴിവക്കത്തൊന്നും.
കുറച്ച് ദൂരം പോയി ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകുന്ന കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾക്ക് തിരിയേണ്ട സ്ഥലമായി തുടങ്ങിയെന്ന് തോന്നുന്നു. കായാമ്പൂവം എന്നുള്ള സ്ഥലത്തിൽ കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ കായാമ്പൂവാണോ എന്നൊക്കെയുള്ള ചർച്ചയിലാണ് അമ്മാവനും മരുവനും. അപ്പോൾ ഞാൻ ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത തൈ തുടങ്ങിയെന്ന് തോന്നുന്നു നമുക്ക് തിരിയേണ്ട സ്ഥലം. ഇത് ചേലക്കര ടൗണിൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഒരു പ്രധാന സെൻറ്ററാണ്. കെ രാധാകൃഷ്ണൻ്റെ നിയോജകമണ്ഡലമാണിത്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇടനാട് ഡയറി ഫാമിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു രാകേഷ്. നല്ല രസമുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കൽത്തൊട്ടി എന്ന സ്ഥലത്ത് കൂടിയാണ്. എല്ലാ സ്ഥലത്തും ഫുട്ബോളിൻ്റെ ബാനർ തന്നെ കാണാനുള്ളൂ. പോസ്റ്ററുകൾ, ഫ്ലക്സുകൾ. എത്ര കോടി കണക്കിന് രൂപയാവും അതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവുമെന്ന് തോന്നണേ. റോഡുകളൊക്കെ നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. നല്ല റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. റോഡ് നല്ലതായതുകൊണ്ട് വണ്ടിയിൽ സഞ്ചരിക്കാൻ സുഖം. കുഗ്രാമമായാലും റോഡ് നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെത്തിയിരിക്കുന്നത് ചേലക്കാടാണ്. ചേലക്കാട് സത്യം പറഞ്ഞതുപോലെയുള്ള ഗ്രാമങ്ങളെ കൂടെയുള്ള യാത്ര ഒരു രസം തന്നെയാണ് കേട്ടോ. നല്ല അന്തരീക്ഷവും അധികം മഴയൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം. ഇപ്പം ഞങ്ങൾ പോകുന്നത് മുത്തങ്ങക്കുണ്ട് എന്ന സ്ഥലത്ത് കൂടിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. വെറുതെ എല്ലാ സിനിമക്കാരൊക്കെ ഇവിടെ തമ്പടിക്കുന്നത് കേട്ടോ. ആഹാ, വാവ്, ബ്യൂട്ടിഫുൾ എന്ന് ആരായാലും പറഞ്ഞു പോകും. മായന്നൂർ ഹോട്ടലിലേക്ക് എത്താനുള്ള വഴി ഗൂഗിളമ്മായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞങ്ങളിതാ കായാമ്പൂവം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ചെറുകോട്ട് വേറെ സ്ഥലത്തേക്ക് കയറാണ് കേട്ടോ. ഇനി പോകുന്നത് ഒരു കാട് പോലെയുള്ള സ്ഥലത്തിൽ കൂടെയാണെന്നാണ് രാകേഷ് പറയുന്നത്. മൂന്നാറിലേക്കൊക്കെ പോയ ഓർമ്മ വരികയാണിപ്പോൾ. അതേപോലെ UK പല സ്ഥലത്തും ഇങ്ങനത്തെ കുറേ വഴികളിൽ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ പക്ഷെ ഇങ്ങനത്തെ മരങ്ങളല്ലായിരുന്നു മാത്രം. ഇതെന്തായാലും ഒരു വണ്ടർഫുൾ യാത്ര തന്നെയാണ് കേട്ടോ. നല്ലൊരു യാത്ര. ആഹാ, സൂപ്പർ സൂപ്പർ. റോഡും നല്ല റോഡ്, പറയാതിരിക്കാൻ വയ്യ. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴേ രാകേഷിന് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റണില്ല. ഒരു വണ്ടി കുറച്ച് നേരം ഒന്ന് സ്ലോ ഡൗൺ ആക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെ വണ്ടി ഒതുക്കൊന്നാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ആർക്കായാലും തോന്നില്ലേ ഫോട്ടോ എടുക്കാനൊക്കെ. അത്രയും മനോഹരമായ സ്ഥലങ്ങളാണ്. ശരിക്കും ഇങ്ങനെയുള്ള യാത്രയ്ക്ക് വളരെ രസമല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണേ? നമ്മൾക്കിങ്ങനെ പ്രകൃതിയിലെ ഭംഗി രസിച്ച് നമ്മുടെ മനസ്സിലത്തെ വിഷമങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ യാത്ര പോവുക എന്ത് രസമായിരിക്കും അല്ലേ? അതിന് സ്വന്തം വണ്ടിയിൽ സ്വയം ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരും. എന്നാലേ ആ രസമൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്കിഷ്ടമുള്ള വഴിയിൽ കൂടെയൊക്കെ പോകാമല്ലോ. അതൊരു രസമുള്ള യാത്രയാവും. ഭ്രാന്തൻ ചിന്തകളാണെന്ന് തോന്നുന്നുണ്ടാവും ചിലർക്കൊക്കെ. പക്ഷേ എനിക്കിങ്ങനത്തെ വഴി ഇങ്ങനെയൊക്കെ യാത്ര പോകുന്നത് ഇഷ്ടമാണ്. മായന്നൂരിലേക്ക് കടന്നു. പല ഹാൻഡ്ലൂം ഷോപ്പിൻ്റെയും ബോർഡുകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. എന്താ വഴിയില്ലേ, നല്ല രസമുള്ള വഴി. ചെറുതായിട്ട് വെയിലും വരുന്നുണ്ട്. അപ്പോൾ മഴക്കാറും വെയിലും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു രസകരമായൊരു യാത്ര കണ്ടു. എന്ത് ഭംഗിയാണ്, പറയാതിരിക്കാൻ വയ്യ. റോഡും നല്ല റോഡ്, അധികം തിരക്കുമില്ല. ഡ്രൈവിങ് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നല്ലൊരു വഴിയാണ് കേട്ടോ അത്. ചിലർക്കുണ്ടല്ലോ ഇങ്ങനെ വളരെ ദൂരം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ, അങ്ങനത്തെവർക്ക് വളരെ പറ്റിയൊരു സ്ഥലമാണിത്. നല്ലൊരു വഴി. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഗ്രാമത്തിൻ്റെ പേര് കൊണ്ടാഴി എന്നാണ്. കൊണ്ടാഴി. ഇവിടുന്ന് കുത്താമ്പള്ളിയിലേക്ക് ഒരു പാലമുണ്ട് തോന്നുന്നു, ഒരു പുതിയ പാലം. ഇതാദ്യം കണ്ട സ്ഥലങ്ങളെക്കാളും ഭംഗി തോന്നണ പോലെ അല്ലേ. ഈ വഴിക്ക് വന്നില്ലെങ്കിൽ വല്ലാത്തൊരു നഷ്ടമായേനെ കേട്ടോ. ഞങ്ങളിതാ കനാൽ പാലത്തിലേക്ക് കയറുകയാണ്. കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിനെയും കൊണ്ടാഴി മായന്നൂർ പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കൊണ്ടാഴി കുത്താമ്പുള്ളി മായന്നൂർ പാലം. ഇതൊരു വയാഡക്റ്റാണ്. നീളാനദിയുടെ ഒരു പോഷക നദിയാണ് ഗായത്രിപ്പുഴ. പുഴയിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗായത്രിപ്പുഴയുടെ കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് കുത്താമ്പുള്ളിയിൽ നിന്ന് മായന്നൂർക്ക് പോകാൻ എല്ലാവരും തോണികളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ ഈ പാലം വന്നതോടുകൂടി യാത്ര വളരെ സുഖകരമായി. വില്ലാമലൊന്നും ചുറ്റാതെ തന്നെ ഇവർക്കെല്ലാവർക്കും ഒറ്റപ്പാലം ഭാഗത്തേക്ക് വളരെ എളുപ്പത്തിലും ദൂരത്തിലും എത്തിച്ചേരാൻ സഹായമായി. ഈ പാലത്തിന് കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നും 33.14 കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പാലവും അതിൻ്റെ അനുബന്ധ റോഡുകളും വന്നതോടുകൂടി ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ യാത്രാക്ലേശങ്ങൾക്ക് അറുതിയായി. അവരുടെ ചിരകാല അഭിലാഷം പൂവണിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് ടൂറിസം വികസനത്തിനും കുത്താമ്പുള്ളി ഗ്രാമത്തിൻ്റെ കൈത്തറി വ്യവസായത്തിനും നല്ല ഉണർവേകുമെന്നാണ് പ്രതീക്ഷ. 2026 മാർച്ച് 7-നാണ് കേട്ടോ ഈ പാലം ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ കുത്താമ്പുള്ളിയിലേക്ക് കടന്നു. ഞങ്ങൾ നെയ്ത്ത് ഗ്രാമത്തിലേക്ക് പോകുന്നില്ല, കാരണം അതിന് സമയമില്ല. ഞങ്ങളിതാ AR ഹാൻഡ്ലൂംസിലെത്തി. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇതാണ് കയറി ചെല്ലുന്ന സ്ഥലം, ഒരു റിസപ്ഷൻ ഏരിയ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ പരമാത്മാവും ജീവാത്മാവും ഒക്കെയായ അരവിന്ദനെയും രാജുവിനെയും പരിചയപ്പെട്ടാലോ? അതല്ല നല്ലത്. അതിൻ്റെ ശേഷം നമുക്ക് ഈ കടയുടെ ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി, അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പിന്നീട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഗോഡൗൺ കണ്ടിട്ട് വരാം. അതിൻ്റെ ശേഷം ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഗോഡൗൺ കാണാൻ പോകാം. അവരുടെ വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതും വേറൊരു യാത്രയാണ്, അതും കാണിച്ചു തരാം കേട്ടോ. സൂക്ഷിച്ച് കയറൂ. ഗാർമെൻസിൻ്റെ ഗോഡൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എല്ലാവർക്കും അമ്മൂസ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാവരും പാക്കിങ്ങിൻ്റെയും സാധനങ്ങൾ അടക്കി വെക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ്. ധാരാളം ജോലിക്കാരുണ്ട് കൂട്ടത്തിൽ. ഗോഡൗണിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അരവിന്ദനെ കാണാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം കേട്ടോ. നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് വീഡിയോ തന്നെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വളരെ കാലമായിട്ട് ഇവരെ കാണാൻ വിചാരിച്ചിട്ടുള്ളതാണ്.
ഇവര് ഫേസ്ബുക്കിൽ നിന്നാണ് എൻ്റെ സിസ്റ്ററാണ് എനിക്കിങ്ങനെ നിങ്ങളുടെ ലിങ്ക് അയച്ചത്. ഇങ്ങനെ രണ്ട് നല്ല പയ്യന്മാരുണ്ട്, അപ്പോൾ ഒന്ന് പോയി നോക്കൂന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, അരവിന്ദ് ആൻഡ് രാജു. അതാണ് AR ഗാർമെന്റ്സ്, ഹാൻഡ്ലൂംസ്. അപ്പോൾ നിങ്ങളുടെ ഇതിലേക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള കാരണം നിങ്ങളുടെ കുട്ടിക്കാലം കസിൻ ബ്രദർ ആണ്, പിന്നെ കൂട്ടുകാരാണ്, ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പിന്നെ അതേപോലെ ഞങ്ങൾ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ഷോപ്പിൽ പുത്താമ്പി തന്നെയുള്ള ഷോപ്പിൽ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്ലാൻ ചെയ്ത്. പിന്നെ ഞങ്ങളുടെ പലതൊഴിലാണ് കൈത്തറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്ലൂമിന്റെ. ഞങ്ങൾ ശരിക്കും 5-6 ജനറേഷന് മുന്നേ മൈസൂർ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതായിട്ടാണ് പറയുന്നത്. ഈ രാജാക്കന്മാർക്ക് തുണി നെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതായിട്ടാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ചെറിയൊരു കന്നഡ ഉണ്ട്. കന്നഡ, തമിഴ്, മലയാളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കന്നഡ ഭാഷയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് വീടുകളിൽ. അപ്പോൾ ഇതിൽ കൊലത്തൊഴിലായതുകൊണ്ട് ഇതിൽ തന്നെയാണ് സ്റ്റാർട്ടിങ് മുതൽ. നൂലൊക്കെ പിന്നെ ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ പോകുമ്പോഴും ഇങ്ങനെ നൂലൊക്കെ തൊട്ടിട്ടും അങ്ങനെ ഫുൾ ഇതിൽ തന്നെ ആണല്ലോ. അപ്പോൾ പിന്നെ നൂലിനെ കുറിച്ചിട്ടും ഇതൊക്കെ അറിയാം. പിന്നീടാണ് ഞങ്ങൾ ഇവിടെ ഷോപ്പിലേക്ക് വർക്ക് ചെയ്യാറിയപ്പോൾ അപ്പോൾ ബിസിനസ് ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളായിട്ട് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ കൊറോണ വന്നു. കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇത്രയും ഫേമസ് ആവാനും ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതിലൂടെയാണ് ഞങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രത്തോളം നല്ലൊരു കാര്യം പോലെ. ഇന്നത്തെ കാലത്ത് മിക്കവർക്കും പുറത്തൊഴിൽ ചെയ്യാന്ന് പറഞ്ഞൊരു മടിയുള്ള ആൾക്കാരാണ് മിക്കവരും അല്ലെ. അപ്പൊ നിങ്ങള് ആ ഫീൽഡിൽ തന്നെ നിങ്ങളുടേതായ ഒരു പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് വന്നല്ലോ. എന്തോ ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിലെന്താ പഠിക്കാൻ ടീച്ചർമാരെന്തോ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഫേസ്ബുക്കില്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് നാട്ടിലേക്ക് വേണ്ടത്. അല്ലാതെ ഒക്കെ ഇങ്ങനെ വെറുതെ വേറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കണ അവനോണ്ട് ഉള്ളതിൽ നമ്മള് ഡെവലപ്പ് ചെയ്ത് പോവുക. ആ കോൺഫിഡൻസും ആ ഇത് ഒക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെ നല്ലൊരു ഇതുണ്ടാവട്ടെ, നമുക്ക് വളരെ വളരെ നല്ല രീതിയിൽ എത്തട്ടെ. നീ രാജുവിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം മക്കളെ. എന്തായാലും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. മേരീഡ് ആണോ? ഞാൻ മേരീഡ് ആണ്. എനിക്ക് 2 വയസ്സിൽ കുഞ്ഞുണ്ട്, പെൺകുട്ടിയാണ്. ആർണ സാൻവി എന്നാണ് പേര്. ആർണ സാൻവി. നമ്മൾ AR ഫ്രണ്ടിൽ വരുമ്പോൾ അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്താണ്. ആർണ സാൻവി എന്നാണ് പേര്. മോള് എത്ര വയസ്സായിരുന്നു? 2.5 വയസ്സ്. ആയിട്ടില്ല. ഞങ്ങള് എനിക്ക് ജസ്റ്റ് 32 ആണ് ആയിട്ടുള്ളത്. രാജുവിന് 30 അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളെ ബിസിനസ് കറക്റ്റ് സമയത്താണ് ചെയ്യാൻ തുടങ്ങി. അതായിട്ടാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ എല്ലാം കൊണ്ടും കുറച്ച് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ്. എന്തായാലും ഒക്കെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ മറ്റുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ എംപ്ലോയീസിനോട് നിങ്ങൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ ഇത്തിരി പാവങ്ങളായി തോന്നുന്നവർക്ക് നിങ്ങൾ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എംപ്ലോയിയായിട്ട് ഞങ്ങളെ എത്രയും സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. നമ്മളെ സ്റ്റാഫ് എന്ന് പറയില്ല ഒരിക്കലും. നമ്മുടെ ചേച്ചി അങ്ങനെയാണ്, ചേച്ചി അമ്മ അങ്ങനത്തെ ഞങ്ങള് അതൊക്കെ ഞാൻ കണ്ടിരുന്നു, വീഡിയോസും അതൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് വളരെ ഇത് തോന്നിയത്. എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്നൊരു ചെറിയ ഭാഗം നമ്മുടെ കൂടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ എംപ്ലോയീസിന്റെ മക്കൾക്കൊക്കെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു എന്നൊക്കെ. അപ്പോൾ അത് സത്യമായ ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ സ്റ്റാഫായിരുന്നു. അപ്പൊ അവിടെ എന്തൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അതൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അപ്പൊ പിന്നീടാണ് നമ്മുടെ സ്റ്റാഫിന് എത്രയും കെയർ ചെയ്യണോ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാത്രം തൊഴുതിട്ടും ഇത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ നമ്മൾ അവർക്കും കൂടി ഇതാവുമ്പോൾ ഞങ്ങൾ ഓണർമാരും കൂടി നന്നായിരിക്കണം. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഇത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതും വരുന്നത്. അതുകൊണ്ട് പിന്നെ നല്ലൊരു സപ്പോർട്ടും കസ്റ്റമറുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടും അതാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോ ഞാൻ അമ്മൂസ് ട്രാവലോഗ് അമ്മൂസ് അബിയ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. അതിൽ പിന്നെ കഥ, കവിത അങ്ങനത്തെ കുറച്ച് വീട്ടിലത്തെ കുറച്ച് കറികൾ ഉണ്ടാക്കുന്നത്, നാടൻ കറികൾ അങ്ങനത്തെയൊക്കെയാണ്. ഇത് അമ്മൂസ് ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ
UAE-ലായിരുന്നു. അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. 36 കൊല്ലം ഞാനവിടെ ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞ് 20 വർഷം ടീച്ചറായിട്ട് ബാക്കി കാലം ഹൗസ് വൈഫായിട്ടിരുന്നു. പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് കുറച്ച് യാത്രയൊക്കെ നടത്തിയപ്പോൾ അമൂസ് ട്രാവലർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ അതിൽ നിങ്ങൾക്ക് UAE-ത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം. പിന്നെ ഞാൻ UK ട്രിപ്പൊക്കെ നടത്തിയിരുന്നു, യൂറോപ്യൻ ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ കാണാം. പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ഇപ്പൊ കുറെ അമ്പലങ്ങളുടെ മോഡലിലേക്ക് പോയിട്ടുള്ള കുറെ വീഡിയോ കിട്ടുന്നുണ്ട്. അതൊക്കെ കാണാം. അപ്പൊ നിങ്ങളതൊക്കെ കാണുക, നിങ്ങളുടെ ആൾക്കാരോട് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടമായി ഇങ്ങനത്തെ. ഞാൻ ഇതേപോലെ കുറെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ്. അദ്ദേഹം നല്ല പേരെടുത്ത ആളാണ്. പക്ഷെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടു. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഒരു വേൾഡ് ലെവലിലുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അവാർഡ് കിട്ടി. ഒരു ആഡിന്റെ ഡയറക്ടറാണ്. അപ്പൊ ഫ്രാൻസിൽ സെറ്റിൽ ചെയ്തിരുന്ന ആളാണ്. നമുക്കിപ്പോ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഏറ്റവും വലിയൊരു അവാർഡ്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും നല്ല ഉന്നതി ഉണ്ടാവും എന്നെനിക്ക് നല്ല വിശ്വാസം. അപ്പൊ ഗുരുവായൂരടുത്താണ് ഞങ്ങളുടെ വീട്. ഇനി വരുമ്പോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ ചിലപ്പോ പുലർച്ചെ 2 മണിക്ക് 3 മണിക്കൊക്കെ അങ്ങനെ വന്നിട്ട് ചിലപ്പോൾ അങ്ങനത്തെ ഞങ്ങളെ ഒരു ഇതനുസരിച്ച് തിരക്കിനനുസരിച്ച് തരാറുണ്ട്. എല്ലാ മാസം വരാറുണ്ട്. ദയവായിട്ട് വഴി കാട്ടി കൊടുക്കുന്നു. ഞങ്ങൾ അതിലൂടെ സന്തോഷം. താങ്ക് യു. ഓക്കെ സാർ, സന്തോഷം. എന്റെ ഫോണാണ്. താങ്ക് യു. ഇതാ കൈകൊട്ടിക്കളിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പായിട്ടുള്ള ഫങ്ഷനുകൾക്കൊക്കെ പറ്റിയ സെറ്റ് മുണ്ടുകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലൗസും ഉണ്ട്, വിത്ത് ബ്ലൗസ്. അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് രാജു എത്തിയെന്നാണിത്. അപ്പോൾ രാജുവായിട്ടൊന്ന് സംസാരിക്കുന്നതാണ് കുട്ടികൾക്കാണ് കേട്ടോ. എൻ്റെ വൈഫ് അല്ല, അത് മാത്രമല്ല താങ്കളും കൂടെ കാണുന്നു. ഓൾറെഡി ഡൺ. അരവിന്ദിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നല്ലോ. ഇതാണ് രാജു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എന്തായാലും അരവിന്ദ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ബാക്കി രാജ്യത്തിൻ്റെ വാർത്തകളിൽ കേൾക്കട്ടെ. പറയൂ, എന്താണ് ഇത് തുടങ്ങാൻ തുടങ്ങാനുള്ള ഒരു ആഗ്രഹം എങ്ങനെ തോന്നി? അപ്പോൾ ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വരാനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടായി? ഇത് തലമുറയായിട്ട് അച്ഛൻ അമ്മ അതൊക്കെ നെയ്ത്തുകാരാണ്, കൊലത്തൊഴിലാണ്. അപ്പോൾ പുതിയ തലമുറകൾ ഇതിലേക്ക് വരുന്നില്ല, നെയ്ത്തിലേക്കൊന്നും വരുന്നില്ല. അത് കാരണം ഞാനും അരവിന്ദും കൂടി നമ്മുടെ കസിൻസ് ബ്രദേഴ്സാണ്. ഞങ്ങളൊന്ന് തീരുമാനിച്ചതാണ്, നമ്മളിനി അങ്ങനെ പുതിയ തലമുറകൾ ഇത് വരാണ്ടാവരുത്, ഞങ്ങളിത് കൊണ്ട് നടക്കണം, ഞങ്ങൾ നെയ്ത്ത് കുറച്ച് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളായിട്ട് തുടങ്ങിയൊരു ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അതിന്ന് നമുക്കൊരു വലിയൊരു സംരംഭത്തിലേക്ക് മാറാനും ഒരുപാട് ജീവനക്കാർക്ക് ജോലി കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നല്ലൊരു കാര്യമാണ്. കുറേ പേർക്ക് ജോലി കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതെ 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 സാധിച്ചു. അപ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളൊരു ഫീൽഡിൽ നിന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഫീൽഡിൽ നമ്മൾ നിന്നപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ അതുപോലല്ല ഇവർക്ക്. നമ്മൾ എല്ലാം കൊണ്ടും ടൂറാണെങ്കിലും അവർക്ക് വേണ്ട എന്താണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ജീവനക്കാർ നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം അവരുണ്ടെങ്കിലേ മുതലാളിയുള്ളൂ. അവരുള്ള കാരണമാണ് നമ്മൾ മുതലാളിയായത്. ഫാമിലി പറഞ്ഞാൽ അരവിന്ദന് ഫാമിലി ഉണ്ട്. ഞാൻ അച്ഛനമ്മ, അങ്ങനെ അച്ഛൻ നെയ്ത്തുകാരാണ്, അമ്മ നെയ്ത്തുകാരാണ്. ഇങ്ങനെ സ്വന്തം തൊഴിലിൽ വരാനുള്ള കുട്ടികളോട് ഒരു അഡ്വൈസ് അതെന്തായിരിക്കും? ഇതിലോട്ട് വരാനുള്ളത് തീർച്ചയായിട്ടും വരണം. ഇത് ഏത് കൊല്ലത്തായാലും അതിൽ അഭിമാനിക്കണം എന്നുള്ളതിന് പറയാം. നമ്മളിപ്പോൾ ചിലർക്കുണ്ട് അയ്യോ എൻ്റെ അച്ഛനങ്ങനെ പറയാൻ മടിയുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. പുതിയ തലമുറകൾ വരാണെങ്കിൽ അത്രയും സന്തോഷമാണ്. കാരണം പുതിയ തലമുറകൾ വരുന്നത് നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പോലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ആ 2017 തുടങ്ങിയ കാരണമാണ് ഇന്ന് ഇതുവരെ എത്താൻ പറ്റിയത്. ഇത് കൊറോണ എല്ലാം തന്നെ ആയി. അപ്പോൾ പുതിയ തലമുറ വരട്ടെ, എന്നാലാണ്
അല്ല എല്ലാ കാര്യത്തിലും നമുക്കിപ്പോൾ മോഡേൺ ഇത് കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കാര്യമായാലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അത് പക്ഷെ പലരും വിചാരിക്കുന്നില്ല. എല്ലാവരും എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വേറെ ജോലിക്ക് പോകണം. അതാണ് കുറച്ച് ഷോട്ട് വരുന്നത് നമ്മുടെ ഇതിലേക്ക് തലമുറയായിട്ട് വരാനായിട്ട്. പഠിച്ചു പോണവർ പോകുന്നുണ്ട്, നല്ല ജോലിയിലെത്തുന്നവർ നല്ല ജോലിയിലെത്തുന്നുണ്ട്. അത് അല്ല, അതും വേണം. ഞാനതല്ല മനുഷ്യരോട് ഇത് ഉണ്ടല്ലോ, അവനവൻ്റെ കുളത്തോല് മറന്ന് വേറെ ജോലി മാത്രം. എന്തായാലും നിങ്ങൾ ഈ ഇതിൽ ചെയ്തതിൽ വളരെ സന്തോഷം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു മാഡം. സന്തോഷം. പിന്നെ എനിക്കെന്താ പറയുക, എന്തൊക്കെ പറയാം, നിങ്ങളെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഇങ്ങനെ വായിച്ചിട്ടാണ് നിങ്ങളെ പറ്റി അറിഞ്ഞത്. അതായത് ഇങ്ങനത്തെ ചില തലമുറകൾ കുട്ടികളിങ്ങനെ പറയുന്നത് മുന്നോട്ട് വന്നാൽ നമ്മളെ രാജ്യത്തിന് മൊത്തത്തിൽ പുരോഗതിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വന്ന് കാണാനും. ഞാനൊരു ടീച്ചറായിരുന്നു. ഇതിന്റെ ആരാധികമാരായിട്ട് മലപ്പുറത്തുനിന്ന് വന്നേക്കുന്നതാണ് ഇത്. അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കസ്റ്റമേഴ്സാണ് ഇവരുടെ വിജയത്തിന് പിന്നില്. ഇവിടെ വരുന്ന 60-70% നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ്. എല്ലാവരും നമ്മുടെ ആരാധകരായിട്ടാണ് എപ്പോഴും വരുന്നുണ്ട്. എല്ലാവരും നന്നായിരിക്കട്ടെ മക്കളെ. ഞാൻ UK-ലുള്ളപ്പോഴാണ് താങ്കളുടെ വീഡിയോ കാണാനിടയിൽ. ഇപ്പൊ തൊട്ട് കാണണമെന്ന് വിചാരിച്ചു. മോൻ്റെ അടുത്തായിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കാണാല്ലേ. ഇനി നമുക്ക് ഷോറൂമിലത്തെയും ഗോഡൗണിലത്തെയും കാര്യങ്ങൾ മിക്സായിട്ട് കാണാം അല്ലേ. ഇത് ആ ഷോറൂമിലാണ്. ധാരാളം ആൾക്കാർ പർച്ചേസിങ്ങിന് എത്തിയിട്ടുണ്ട്. വെഡ്ഡിങ് സെലക്ഷനും എല്ലാമായിട്ട് ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു. കുട്ടിയാണ് കേട്ടോ ശാന്തിനി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ച് പോയിരുന്നവരെ കുട്ടി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ പൊളൈറ്റ് ആൻഡ് കോർപ്പറേറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ തൊഴിലാളികളും. ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി. അപ്പോൾ കട എനിക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. കാഞ്ചീപുരം പട്ടും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുർത്ത, സൽവാർ കമ്മീസിൻ്റെ തുണി ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പറ്റിയ സൈസൊന്നും കിട്ടിയില്ല. താങ്കളുടെ പേരെന്ന് പറയൂ? ഭൂപതി. ഇവിടെ എന്താ ഫേസ് വെച്ചു അതറിയണ്ടേ? 300-400 രൂപയ്ക്കൊക്കെ നല്ല നല്ല മാക്സികളുണ്ട്. നല്ല ഭംഗിയുള്ള മാക്സികൾ ഉണ്ടില്ലേ. ഞാൻ പിന്നെ മാക്സി ഒന്നും അധികം ഇടാറില്ല. എങ്കിലും 2 മേടിച്ചു. മാക്സി ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ മോൾക്ക് കൊണ്ടുപോയി കൊടുക്കുക വെച്ചിട്ടുണ്ട്. മാക്സി മേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇവിടെ ഇതിൽ കെട്ടിത്തരും അല്ലേ? ഹലോ, എന്താ പേര്? എൻ്റെ പേര് സുജാത. സുജാത. ആ, നിങ്ങളെന്താ ചെയ്യണേ? ഇതിൻ്റെ സാരിയുടെ ഇത് ഒരു സെക്കൻഡ് ഇയാളുടെ പേരെന്താ? അനിത. ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടോ. ഒരു സാരിയുടെ കെട്ടുന്നതാണ് ഇവിടെ ഇരുന്നിട്ട്. ഇത് കെട്ടിക്കഴിഞ്ഞു അല്ലേ? കെട്ടിക്കഴിഞ്ഞതാണ്. എൻ്റെ ചേച്ചിയുടെ ഹോബിയാണിത്. ഈ സാരി ഇവിടെ തന്നെ നെയ്താണോ? കാഞ്ചീപുരത്തിൻ്റെ ആണ് അല്ലേ? ഇവിടെ തറിയൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. ഞാൻ അതിനു മുമ്പ് കാഞ്ചീപുരത്തൊരു തറി കാണിച്ചിരുന്നായിരുന്നു. അവിടുത്തെ കല്യാണ സാരിയുടെ ബ്രൈഡൽ സെക്ഷനാണ്. സ്പെഷ്യൽ
സ്പെഷ്യൽ ഡ്രസ്സുകളൊക്കെയാണ് തിരിച്ചെടുക്കില്ല അവർ തിരിച്ചെടുക്കുന്നത്. ഈ കാണുന്നത് ഡെക്കറേഷൻ വരുന്ന ഫാൻ. So you are enjoying? Good. 250 രൂപയാണ് ഇതിന് വില. ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. ഈ ഗോഡൗണിലേക്കുള്ള യാത്രയിലാണ്. വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണ്. അവർ തന്നെ വണ്ടിയിൽ കൊണ്ടുപോകും നമ്മളെ. ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. കടയിൽ വന്ന പലരും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. വണ്ടി നിറച്ച ആൾക്കാരുണ്ട്. ഗോഡൗണിൽ പോയിട്ടും പർച്ചേസ് ചെയ്യാം. മെയിൻ റോഡിൽ എന്തോ പണി നടക്കുന്നതുകൊണ്ട് ഒരു ഊട് വഴി കൂടിയാണ് യാത്ര. അതുകൊണ്ട് തനി ഗ്രാമം നമുക്ക് കാണാം. ഈ ഗ്രാമത്തിൻ്റെ വളർച്ചയിൽ ഈ 2 ചെറുപ്പക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. ഗ്രാമത്തിലെ ധാരാളം പേർക്ക് ഇവർ ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവർ പാർട്ട് ടൈം ജോലിക്കായി വയ്ക്കുന്നത്, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ജോലിക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് 18 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരവസരം കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ തൊഴിലാളികളോട് അന്വേഷിച്ചപ്പോൾ അവരും നല്ല അഭിപ്രായമാണ് ഈ 2 മുതലാളിമാരെയും പറ്റി പറഞ്ഞത്. ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങൾ തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാർക്ക് നൽകണം എന്നുള്ള ആഗ്രഹമുള്ള 2 വ്യക്തികളാണിവർ. അതുതന്നെയാണ് അവരുടെ ശ്രേയസ്സിനുള്ള കാരണവും എന്ന് എനിക്ക് തോന്നുന്നു. മേൽക്കുമേൽ ഇവർക്ക് ഉന്നതി ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന. എന്തായാലും ഇതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ നാട് നന്നാവും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇത്തരം ചെറുപ്പക്കാരെയാണ് ഇന്ന് നാടിന് വേണ്ടി ആവശ്യം. ഇതുപോലെയുള്ള ഇന്നോവേറ്റീവ് ഐഡിയകളുമായിട്ട് മുന്നോട്ട് വരുവാൻ നമ്മുടെ ഭാവി തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ എല്ലാ കുട്ടികളും ഇതിനു വേണ്ടിയുള്ള ഒരു ഉത്സാഹം കാണിക്കണം. അല്ലാതെ ഒരു ഡിഗ്രി എടുത്ത് വേറെ വല്ലവരും കീഴിൽ ജോലി ചെയ്യാൻ പോകുന്നതിനേക്കാളും എത്ര മാന്യമായ തൊഴിലാണ് നിങ്ങളുടെ കുലത്തൊഴിലാണെങ്കിലും എന്തായാലും നമുക്ക് ഇന്നോവേറ്റീവായിട്ട് ഐഡിയകൾ കൊണ്ടുവന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഇതാ ഗോഡൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാക്കിങ് ആൻഡ് അൺപാക്കിങ് അങ്ങനെ സെലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും രണ്ടാക്കിലൊരു 100-150 ജോലിക്കാരുണ്ട് തോന്നുന്നു. എനിക്ക് കൃത്യം അറിയില്ല, ഞാൻ ചോദിച്ചില്ല കേട്ടോ അവരോട്. അപ്പോൾ എല്ലാവരും തൊഴിലാളികളൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും ഒരു പാരാവാരം പോലെ ഇങ്ങനെ നിരന്നെടുക്കുന്നുണ്ട് കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിന് ഇവർ ശനി ഞായർ ദിവസങ്ങളിൽ പാർട്ട് ടൈം ജോബ് ഓഫർ ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. കുട്ടികൾ സ്വന്തം കാലിൽ പ്രാപ്തി നേടാൻ സഹായിക്കുന്നത്. എന്തുകൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ചെത്ത് സ്റ്റൈലിലുള്ള ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? നല്ല ചെത്ത് സ്റ്റൈലിലുള്ള ഷർട്ടൊക്കെ ഉണ്ട്. ഒന്നെടുത്ത് പുറത്തേക്ക് കാണിക്കാമോ? ജാക്കറ്റ് പിന്നെ കുറേ ഡിസൈൻസ് ഉണ്ട് അല്ലേ? കളർ വ്യത്യാസമുണ്ട്.
ഇത് സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും അതാണ് ഈ കാണുന്നത്. പിന്നെ ധാരാളം ഭംഗിയുള്ള ഡ്രസ്സുകൾ കണ്ടു കേട്ടോ. നമുക്ക് ഗ്രൂപ്പ് ഡാൻസിനും അതായത് കൈക്കുട്ടികൾക്കൊക്കെ പറ്റിയ സെറ്റായിട്ട് ഇങ്ങനെ കിട്ടും. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഗോഡൗണിലും വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പാരൻസ് ഷോപ്പിംഗ് നടത്തുമ്പോൾ കുട്ടികൾ കോണിപ്പടിയും വരുന്ന മൊബൈലും കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പലതരം മുണ്ടുകളുണ്ട് കേട്ടോ. കാവ്യമുണ്ട് മാത്രമല്ല, പല ഡിസൈനിലും പല ഇതിലുള്ള മുണ്ടുകളുണ്ട്. പുതിയ സ്റ്റൈലിലൊക്കെ ഉള്ള മുണ്ടുകൾ കണ്ടു. ചെറുപ്പക്കാർക്കൊക്കെ ചെത്ത് സ്റ്റൈലിൽ നടക്കാൻ പറ്റിയ മുണ്ടുകൾ. ഇതൊക്കെ സാരീസ് തന്നെയല്ലേ? ഏതാണ്? ആ, അതൊരു ഡിസൈൻ ഒരേ കളറിലുള്ള കാണിച്ചിരുന്നു. അത് ഒന്നും എനിക്ക് പറ്റില്ല. ആ ഹാ ഹാ. ആ ഹാ. ഇനി ഞാനെടുത്ത സാരികളൊക്കെ കാണണ്ടേ? ഇതൊക്കെയാണ് കേട്ടോ ഞാനെടുത്ത സാരികളൊക്കെ ഷോറൂമിൽ നിന്നും. സെറ്റ് മുണ്ട് ഞാൻ ഗോഡൗണിൽ നിന്നുമാണ് എടുത്തത് കേട്ടോ. ഒരു പ്രത്യേകം സെറ്റ് മുണ്ടാണ്, അത് പുതിയ ഡിസൈനാണ്. ഇങ്ങനെ ഗോഡൗൺ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ എത്തി. ഇവിടെ വന്നപ്പോൾ അതാ എൻ്റെ മോളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളെ കണ്ടെത്തി. എല്ലയുടെ സ്ഥലം എവിടെയാ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷോപ്പിംഗ് ചെയ്യാറുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ഇടയ്ക്കിടയ്ക്ക് വരും. നന്നായി. അങ്ങനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയല്ലേ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അമ്മൂസ് ട്രാവലോഗിൽ നിങ്ങളെ കാണാം. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. ശരി നമ്മൾ ഓക്കെ. ഒരു മിനിറ്റ് ഇതാ. അപ്പോൾ എന്തായാലും സന്തോഷം. ശരി. പിന്നെ അവർ ഞങ്ങൾക്ക് നല്ലപോലെ ഡിസ്കൗണ്ട് വന്നു. 10-12% ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. നമ്മളത്രധികം സാധനങ്ങളൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ വലിയ കല്യാണ പർച്ചേസിംഗ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതിലും കൂടുതൽ ഡിസ്കൗണ്ട് തരുമായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് ഒരുവിധം നല്ലോണം തന്നു. ഹാൻഡ്ലൂംസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ശാന്തിനി. ഇവിടെ 2 വർഷം. എങ്ങനെയാണ് ഇവിടെ? വളരെ ഇവിടെ ഓണേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞാൻ വേറെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ 2 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഓണേഴ്സൊക്കെ നല്ല സപ്പോർട്ട്, നല്ല ഇതാണ്. അരവിന്ദൻ രാജനും നല്ലൊരു സപ്പോർട്ടാണ്. കുഴപ്പമില്ല. എൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങിയ മുന്നിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു നല്ല രീതിക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കും ഗുണമുണ്ടാവുക, അല്ലാതെ അവർക്ക് ഗുണമുണ്ടാവില്ല. ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ നമ്മളാണോ അദ്ദേഹത്തിൻ്റെ? ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ശാന്തിനി ഉണ്ടായിരുന്നത്. വളരെ ഫ്രണ്ട്ലിയാണ്. അവിടുത്തെ എല്ലാ സ്റ്റാഫും അങ്ങനെ തന്നെയാണ്. മുതലാളിമാരെ പോലെ തന്നെയാണ് തൊഴിലാളികളെന്ന് പറഞ്ഞ പോലെ എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗാർമെൻറ്റ്സ് ഷോപ്പിൽ വരിക. ഓൺലൈൻ ബിസിനസ്സും ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഓൺലൈനായിട്ടും ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവരും ഓണത്തിനും മറ്റുള്ള ചടങ്ങുകൾക്കും ഒക്കെ ഇതിൻ്റെ സാരിയും സെറ്റ് മുണ്ടും ഷർട്ടും എല്ലാം വാങ്ങി ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. ഇതേപോലെ എല്ലാ ചെറുപ്പക്കാർക്കും ഇതേപോലെയുള്ള ഐഡിയാസായിട്ട് എല്ലാ ചെറുപ്പക്കാരും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരോടും നമ്മുടെ
ചുറ്റുവട്ടത്ത് കാണുന്ന തൊഴിൽ ചെയ്യുന്നതിൽ മടിയ കൂടാതെ അതിൽ ഇന്നോവേറ്റീവായിട്ട് എന്തൊക്കെ ഐഡിയ വരുത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ 10 പേർക്ക് തൊഴിൽ നൽകുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം മേൽക്കുമേൽ ഉന്നതിയിലേക്ക് വരും. മേക്ക് ഇന്ത്യ അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം അമ്മൂസ്. അപ്പോൾ യാത്രകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ അമ്മു പി എൻ കോങ്ങാട്ടി.